അറബി നാട്ടിലെ വിശുദ്ധ മക്കയിൽ ഖുറൈശ് ഗോത്രത്തിൽ ഹാഷിം കുടുംബത്തിൽ റബീഉൽ അവ്വലിൽ തീയതി 12 നബി മുഹമ്മദ് പിറന്നു വീണല്ലോ. മനുഷ്യ നന്മയ്ക്കായി പിറന്ന നായക, മനം കുളിർപ്പിക്കും ഹൃദയ ഗായക. മതി വരുന്നില്ല മദീന കണ്ടിട്ട്, മതിയാകുന്നില്ല മദ്ഹ് ചൊല്ലിയിട്ട്. മതി വരുന്നില്ല മദീന കണ്ടിട്ട്, മതിയാകുന്നില്ല മദ്ഹ് ചൊല്ലിയിട്ട്. സ്നേഹിക്കുന്ന ഒരാളിനെ കുറിച്ച് മദ്ഹ് പറയുന്നതിന് പരിധിയുണ്ടോ? എങ്ങനെയാണ് പരിധി നിശ്ചയിക്കുന്നത്? സ്നേഹഭാജനം ഉറങ്ങുന്ന മണ്ണ്, ആ മണ്ണ് വിട്ടുപോകാൻ മനസ്സില്ലാതെ ആ മണ്ണിനോട് അലിഞ്ഞു ചേർന്ന മഹാരഥന്മാർ, അവർ ചരിത്രത്തിൽ ഇടം പിടിച്ചവരല്ലേ? കഴിയുമോ പാപികളായ നമുക്ക് പറഞ്ഞു തീർക്കാനും പാടിത്തീർക്കാനും? കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആ മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാരുടെ സ്നേഹത്തിൽ നിന്നും ഒരു വരി. നബിക്കുള്ള രക്തം കൊമ്പുവച്ചെടുക്കുന്നതായി അത് മൂടുവാനിബിനു സുബൈറോടാജ്ഞയാ. താൻ കൊണ്ടുപോയത് മുഴുവനും കുടിക്കുന്നതായി നീ എന്തു ചെയ്തെന്ന് നബി ചോദിക്കല. നബിക്കുള്ള രക്തത്തോട് നരകമൊരിക്കലും അടുക്കുന്നതല്ലെന്നുണ്ട് വിവരം എന്നിലും. അതുകൊണ്ട് ഞാനൊരു തുള്ളിയും കളയാതെ എൻ്റുള്ളിലേക്കൊഴിക്കുന്നതായി മൂടാതെ. നോക്കൂ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരത്തിലൂടെ ചാലിട്ടൊഴുകുന്ന രക്തം എടുത്തു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സഹാബിയിലേക്ക് ഏൽപ്പിച്ചപ്പോൾ ആ സഹാബി ചെയ്ത പ്രവൃത്തി നമ്മളൊന്ന് മനസ്സിലാക്കി. എന്താണ് ആ രക്തം നീ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനോട് അവിടുന്ന് മറുപടി പറഞ്ഞത്, നബിയെ, ഞാൻ ആ രക്തം പാനം ചെയ്തു, ഞാൻ ആ രക്തം കുടിച്ചു, അമൃതുപോലെ അത് ആസ്വദിച്ചു കുടിച്ചു സഹാബികൾ. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തെ എങ്ങനെയാണ് നമുക്ക് നിർവചിക്കാൻ കഴിയുന്നത്? സ്നേഹത്തിൻ്റെ ഏത് അളവുകോലിലാണ് ഇതിൻ്റെ തൂക്കം മനസ്സിലാക്കാൻ കഴിയുന്നത്? സാധ്യമല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് പറയാൻ കഴിയില്ലേ? ആ സഹാബികളുടെ സ്നേഹമാണ്, അവിടുന്ന് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ സ്വാലിഹീങ്ങളുടെ സ്നേഹമാണ്. ആ സ്നേഹമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ സ്നേഹം നമുക്കുണ്ടായില്ല എങ്കിലും അതിനോടടുക്കാൻ പറ്റുന്ന സ്നേഹമെങ്കിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വാക്കിലും നമ്മുടെ നോക്കിലും എല്ലാം മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഉണ്ടാകണം എന്ന് മാത്രമാണ് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.